ഇന്ന് നമുക്ക് 3-ാം ക്ലാസ് മലയാളത്തിലെ 1-ാമത്തെ പാഠം പഠിക്കാം. കനകച്ചിലങ്ക. കനകം സ്വർണം. ചിലങ്ക നൃത്തം ചെയ്യുമ്പോൾ കാലിൽ അണിയുന്ന ആഭരണം. നൃത്തം ചെയ്യുമ്പോൾ കാലിൽ അണിയുന്ന ആഭരണമാണ് ചിലങ്ക. ഇവിടെ നമ്മുടെ മാതൃഭാഷ കൊണ്ടുള്ള ചിലങ്കയാണ് ഈ പാഠത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു വർണ്ണപ്പകിട്ടാർന്ന ചിത്രം കൊടുത്തിരിക്കുന്നു. കുഞ്ഞുമക്കൾ നോക്കൂ, നമ്മുടെ മാതൃഭാഷയുടെ സൗന്ദര്യമാണ്, ആ മനോഹാരിതയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എത്ര മനോഹരമായാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ മാതൃഭാഷയാകുന്ന മലയാളം പടർന്ന് പന്തലിച്ച ഒരു സാഗരമാണ് ഇവിടെ ചിത്രത്തിലൂടെ വരച്ചു കാട്ടുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ വള്ളികൾ പടർന്ന് പന്തലിച്ച ഒരു മരം. നോക്കൂ, പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു മരമായിട്ടാണ് തോന്നല്ലേ. കുഞ്ഞുമക്കൾ സൂക്ഷിച്ചു നോക്കൂ. ശിഖരങ്ങൾ അഥവാ കൊമ്പുകൾ മേലോട്ട് വളർന്നിരിക്കുന്നു. ആ ശിഖരങ്ങളിൽ വള്ളികൾ പടർന്നിരിക്കുന്നു. മക്കളെ, താഴെ നിന്ന് വരുന്ന ശിഖരങ്ങളെ ആ കുഞ്ഞുമക്കൾ ശ്രദ്ധയോടെ നോക്കിയാൽ കുഞ്ഞുമക്കൾക്ക് മനസ്സിലാകും, ആ ശിഖരങ്ങൾ വളയിട്ട കൈകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. മാതൃഭാഷയാകുന്ന മാതാവിൻ്റെ കൈകളിലൂടെ കണ്ടില്ലേ, കൈകൾ, വളയിട്ട കൈകൾ, ആ കൈകളിലൂടെ അക്ഷരങ്ങളാവുന്ന വള്ളികൾ പടർന്ന് പന്തലിച്ച് പൂത്തുലഞ്ഞ് അക്ഷരസാഗരമായിരിക്കുന്നു. മുകളിൽ കണ്ടില്ലേ, കുഞ്ഞോളങ്ങൾക്കിടയിലൂടെ കണ്ടില്ലേ, കുഞ്ഞോളങ്ങൾക്കിടയിലൂടെ പൂക്കൾ തല കാട്ടുന്നല്ലേ. വെള്ളത്തിൽ നിന്ന് പൂക്കൾ തല കാട്ടുന്നത് കണ്ടില്ലേ. കുഞ്ഞോളങ്ങൾക്കിടയിലൂടെ പൂക്കൾ തല കാട്ടുന്നു. അതിൽ ച എന്ന് എഴുതിയിരിക്കുന്നു. വെള്ളത്തിൽ കിടക്കുന്ന ഇലകളിൽ ക, ന, വ, റ, ഉ, ദ, ശ, ര എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇത് നമ്മുടെ മാതൃഭാഷയുടെ മനോഹാരിതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ മാതൃഭാഷയാകുന്ന മലയാളത്തിൻ്റെ സാഹോദര്യവും സ്നേഹവും മലയാള തനിമയും വിളിച്ചോതുന്ന ചിത്രം ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു. ഓരോരുത്തരും കണ്ടില്ലേ, താഴെ കുറേ കുട്ടികളും വലിയവരൊക്കെ നിൽക്കുന്നത്. ഓരോരുത്തരുടെയും കയ്യിൽ ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ആലവട്ടം, മുത്തുക്കുട, കുഴൽ എല്ലാം ഉണ്ട്. വിവിധ മതസ്ഥരും ഇതിലുണ്ട്. പിന്നെയോ ബാനറുണ്ട്. ബാനർ പിടിച്ചിരിക്കുന്നത് ആ കുട്ടികളാണ്. അതായത് ഭാവി വാഗ്ദാനമായ കുട്ടികളാണ് ഈ ബാനർ പിടിച്ചിരിക്കുന്നത്. ഈ ബാനറിൽ ചിത്രീകരിച്ചിരിക്കുന്നതോ നമ്മുടെ മലയാള തനിമയാണ്. ബാനറിലും കാണാം. ഈ ബാനറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എൻ്റെ മലയാളം. പിന്നെയോ മലകളും മലനിരകൾക്കിടയിലൂടെ ഉദിച്ചുയരുന്ന സൂര്യനും അന്തരീക്ഷവും എല്ലാം കൊടുത്തിട്ടുണ്ടല്ലേ. ഇതിന് താഴെ എന്താണ് എഴുതിയിരിക്കുന്നത്? നോക്കാം, വായിക്കാം. കനകച്ചിലങ്ക. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്ക് അമ്മയെപ്പോലെ ഈ ഭാഷ. ഇത് PT ഭാസ്കരപ്പണിക്കരുടെ കൃതിയാണല്ലേ. നമ്മുടെ അമ്മ നമുക്ക് ചൊല്ലിത്തന്ന ഭാഷ, ആ ഭാഷ നമുക്ക് അതിരില്ലാത്ത വാത്സല്യം തരുന്ന ഒന്നാണല്ലേ. നമ്മുടെ അമ്മ നമ്മുടെ വാത്സല്യനിധിയാണല്ലേ. അപ്പോൾ നമ്മുടെ അമ്മ നമ്മൾക്ക് ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്ക് അമ്മയെപ്പോലെ വാത്സല്യനിധിയാണ്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്ക് അമ്മയെപ്പോലെ ഈ ഭാഷ. നമുക്ക് ഇതിലെ വാക്കുകൾ എഴുതി പഠിക്കാം. കനകച്ചിലങ്ക. ക, ന, കന, ഗ, കനക, ചിലങ്കച്ചി, ച, ചിലങ്ക, ചി, ല, ങ്ക, കനകച്ചിലങ്ക. ഒന്നുകൂടെ എഴുതാം. കനകച്ചിലങ്ക.
കനക ന ഗ ചിലങ്ക ചി ചി ല ങ്ക കനകച്ചിലങ്ക. അടുത്തത് എൻ്റെ മലയാളം. എൻ്റെ മലയാളം. മ ല യാ ളം. എൻ്റെ മലയാളം. അടുത്ത പേജിൽ നോക്കൂ. വാതിൽ എന്ന് എഴുതിയത് കണ്ടില്ലേ? നമ്മൾ ഈ യൂണിറ്റിൻ്റെ പാഠങ്ങളിലേക്ക് കടക്കുന്ന വാതിലാണിത്, അതായത് തുടക്കമാണിത്. കാക്കിരി പൂക്കിരി ഒരു കുട്ടി കവിതയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്കിതൊന്ന് ചൊല്ലാം. കാക്കിരി പൂക്കിരി. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. രാമകൃഷ്ണൻ കുമരനല്ലൂരിൻ്റെ കുട്ടിക്കവിതയാണിത്. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. ഈ കവിതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്. എന്താണ്? അടുക്കുമുറയുമില്ലാതെ നിറയെ കൊമ്പുകളുള്ള തേന്മാവിൻ്റെ ആ ഉയരത്തിലുള്ള എത്താത്ത കൊമ്പത്ത്, ആ ഉയരത്തിലേക്ക് കൊമ്പുണ്ടായ എത്താത്ത കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. അടുക്കുമുറയുമില്ലാതെ മാങ്ങകൾ അങ്ങനെ പഴുത്ത് തൂങ്ങിക്കിടക്കുകയാണ്. തേന്മാവിൻ്റെ എത്താത്ത കൊമ്പത്ത്, ഉയരത്തിലുള്ള കൊമ്പത്ത് കുറേ മാങ്ങകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പഴുത്ത് തൂങ്ങിക്കിടക്കുകയാണ്. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. പിള്ളേർ ആർത്തു വിളിച്ച് ബഹളം വയ്ക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു. അടുക്കുമുറയുമില്ലാതെ അടിച്ച കാറ്റിൻ്റെ കൈകൾ. ഓർക്കാപ്പുറത്ത് പെട്ടെന്നടിച്ച പെട്ടെന്ന് കാറ്റടിക്കില്ലേ? അവിടുന്ന് ഇവിടുന്ന് എല്ലാം കൂടെ കാറ്റ് വന്നിട്ട് പെട്ടെന്നടിച്ച കാറ്റിൻ്റെ കൈകൾ ചക്കരമാവിൻ്റെ കൊമ്പ് കുലുക്കുന്നു. കാക്കിരി കാറ്റിൽ കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. അവിടെ ഇവിടെ ആയിട്ട് അടുക്കുമുറയുമില്ലാതെ 4-5 മാങ്ങകൾ വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. ഈ മാങ്ങകളിൽ നിന്നുള്ള തേൻ തുള്ളികൾ നല്ല രുചിയുള്ള മധുരമുള്ള മാങ്ങയാണ്. ഇതിൻ്റെ രുചി നാവിന് സമ്മാനം തന്നെയാണ്. ഇനി ഇതിലെ വാക്കുകൾ എഴുതി പഠിക്കാം. കാക്കിരി പൂക്കിരി. കാ കി കി രാ ചിന്നട്ടൊരി പൂ കി രി കാരി കാക്കിരി പൂക്കിരി. കാക്കിരി കാക്കിരി കി രി പൂ പൂ കി രി കാക്കിരി പൂക്കിരി. തേൻ
മാവിൻ്റെ വിൻ്റെ കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ യ ത കൊ കൊമ്പത്ത് കൊമ്പത്ത് കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത് കാ കി രി പൂ കി രി മാങ്ങകൾ മാങ്ങ ഗ ള ങ ന മാങ്ങകളങ്ങനെ കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പ ഴു തു തൂങ്ങുന്നു തൂ ങ്ങു 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 നു തൂങ്ങുന്നു പഴുത്തു തൂങ്ങുന്നു കാക്കിരി കിരി കാക്കിരി പൂക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ 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 കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർ തു വി ളി ക്യു കുക്കു വിളിക്കുന്നു കൂന്നു ആർത്ത് വിളിക്കുന്നു വായിക്കുമ്പോൾ ക്യൂന്ന് വായിക്കട്ടോ കാക്കിരി പൂക്കിരി പൂക്കിരി ക കി രി കാ ടിൻ ക കൈ യു കൾ കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊ ബ കൊമ്പു കുലുക്കുന്നു ബു കൊമ്പു കുലുക്കുന്നു കു ലു കു നു കൊമ്പു കുലുക്കുന്നു കാക്കിരി കാക്കിരി പൂക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം ല ജണ്ണം ജണം കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു നീ ല തു വീഴുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി കാ കി രി പൂക്കിരി കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി തേൻ തുള്ളികളി തുള്ളികളി നാവിനു സമ്മാനം നാവിനു സമ്മാനം കാക്കിരി പൂക്കിരി തേൻ തുള്ളികൾ നാവിനു സമ്മാനം
രാമകൃഷ്ണൻ കുമരനല്ലൂർ ആണിത് എഴുതിയത്. രാമകൃഷ്ണൻ കുമരനല്ലൂർ. അടുത്തത് ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. അപ്പോൾ നല്ല ഈണത്തിൽ താളം പിടിച്ച് ഈ കവിത ചൊല്ലി നോക്കാനാണ് പറയുന്നത്. അപ്പോൾ മക്കൾ നല്ല ഈണത്തിൽ ഈ കവിത ചൊല്ലണം. നമുക്കിതൊന്നുകൂടെ ചൊല്ലാം. മക്കൾ നല്ല ഈണത്തിലും താളത്തിലുമൊക്കെ ചൊല്ലുക. കാക്കിരി പൂക്കിരി. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കൈയുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. അടുത്ത പ്രവർത്തനം നോക്കൂ. ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന വാക്കുകൾ കാക്കിരി പൂക്കിരി. ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് ഉണ്ടെന്ന് അറിയിക്കാൻ, കുട്ടികൾ ആർത്തു വിളിച്ച് ബഹളമാകുന്നുവെന്നറിയിക്കാൻ, പഴുത്ത മാങ്ങകൾ അവിടെ ഇവിടെയായി വീണ് കിടക്കുന്നുവെന്നറിയിക്കാൻ, തേൻ നിറഞ്ഞു തുളുമ്പുന്നുവെന്നറിയിക്കാൻ. അടുത്തത് കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. അപ്പോൾ മക്കൾ കവിതയ്ക്ക് ചുറ്റുമായി മാങ്ങ വീഴുന്നതൊക്കെ ആയിട്ടുള്ള ചിത്രം വരച്ച് കളറ് കൊടുത്ത്, അതായത് നിറം കൊടുത്ത് ഭംഗിയാക്കി പഠിക്കണം കേട്ടോ. ഭംഗിയാക്കി വയ്ക്കാം. അടുത്തത് വാമൊഴി ചന്തം. ചന്തം ഭംഗി. വാമൊഴി സംസാര ഭാഷയാണ്. വാമൊഴി പ്രത്യേകം എഴുത്തൊന്നുമില്ലാത്ത, അലിപികളൊന്നുമില്ലാത്ത ഭാഷയാണ് വാമൊഴി. മക്കൾ നോക്കൂ, നമ്മൾ എഴുതുന്നത് പോലെയാണോ സംസാരിക്കുന്നത്? അധികവും എഴുതുന്നത് പോലെയല്ല സംസാരിക്കുന്നത്, അല്ലേ? വായ കൊണ്ട് പറഞ്ഞ് ശീലിച്ച് കിട്ടിയിട്ടുള്ള ഭാഷ, അതായത് തലമുറകളായിട്ട് നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർ ആയിട്ട് ഇങ്ങോട്ട് കൈമാറി സംസാരിച്ചു വരുന്ന ഭാഷയാണ് വാമൊഴി. അതായത് തലമുറകളായി കൈമാറി സംസാരിച്ചു വന്ന ഭാഷയുടെ അല്ലെങ്കിൽ വായ്മൊഴിയുടെ ഭംഗിയാണ് വാമൊഴി ചന്തം. ഉദാഹരണത്തിന്, ഇപ്പോഴാണ് എന്നതിൻ്റെ വാമൊഴി ഇപ്പാന്ന്. എഴുതാന് എന്നതിൻ്റെ വാമൊഴി എഴുതാന്. എഴുത്തുപള്ളി എന്നതിൻ്റെ വാമൊഴി എഴുത്തള്ളി. ഇതൊക്കെ തലമുറകളായിട്ട് കൈമാറി വന്ന ഭാഷയാണിത്. ഇനി നമുക്കിത് വായിക്കാം. വാമൊഴി ചന്തം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. എന്താണ് കിലുക്കം എന്ന് പറഞ്ഞാൽ? കിലുക്കിലാ ശബ്ദം. കിലുക്കിലാ ശബ്ദമുള്ള, കിലുക്കമുള്ള, ആ താളമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കാതുകൾക്ക് മാധുരിയേകുന്ന കിലുക്കം, കിലുക്കിലാ ശബ്ദം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. ഇനി ഇവിടെ കൊടുത്ത ചിത്രം കണ്ടോ? ആനക്കുട്ടി അതിൻ്റെ അമ്മയുടെ മടിയിലിരുന്ന് ഊഞ്ഞാലാടുന്നു. ഇതാണ് മാതൃസ്നേഹം. നമ്മുടെ മാതൃഭാഷയുടെ ആ വലുപ്പമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തലമുറകളായി കൈമാറി വന്ന വായ്മൊഴി ചന്തമാണ്, അതായത് വാമൊഴി ചന്തമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്.
പൂവൻ കോഴിയും പിടക്കോഴിയും കുറുക്കനും ഒക്കെയുണ്ടല്ലേ. അടുത്ത് നോക്കൂ, ആ ചോലയ്ക്കരികിൽ, ഒരു പൂഞ്ചോലയ്ക്കരികിൽ ഒരു പൊന്നിൻ പൂമര. ഇതാണ് കൊന്നപ്പൂവ്. ഇതെല്ലാം നമ്മുടെ ഭാഷയുടെ ഭംഗിയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് ചുറ്റുമായിട്ട് നോക്കൂ, പൂമ്പാറ്റകൾ, പളുങ്ക് മുത്ത് പോലെ പൂമ്പാറ്റകൾ പാറിക്കളിക്കുന്നു. ഇനി നമുക്ക് ഈ നാടൻ പാട്ട് ചൊല്ലാം. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. ഒന്നുകൂടി ചൊല്ലാം, ഒന്നുകൂടെ ചൊല്ലാം. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. എന്താണ്? അമ്മയും മക്കളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധമാണ് ഈ നാടൻ പാട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നതല്ലേ. വായ്ത്താരിയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. അടുത്തത് ഒരു നാടൻ പാട്ടിൻ്റെ വരികൾ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും ആടാൻ രണ്ടാം കുന്നിന്മേൽ ഊഞ്ഞാല്. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. അടുത്തതും വായ്ത്താരി. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. അപ്പോൾ അടുത്തതും വായ്ത്താരിയാണല്ലേ. അടുത്ത ഭാഗം. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. ഇവിടെ നാടൻ പാട്ടിൻ്റെ വരികളാണ്. വീണ്ടും വായ്ത്താരി. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. ഇത് മൊത്തത്തിൽ ചേരുമ്പോഴാണ് നാടൻ പാട്ട് ആയത്. പക്ഷെ ഇതിൽ പാട്ടും ഈ തിന്താരോ തക, തിന്താരോ തക എന്നുള്ള വായ്ത്താരിയാണ്. അടുത്തത് കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടൂ. അപ്പോൾ മക്കളെ, ഈ കൂട്ടുകാരുമൊത്ത് ഈ പാട്ട് താളമിട്ട് പാടണം. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ തക, തിന്താരോ. അടുത്തത് ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? എഴുതി താളമിട്ട് പാടൂ. ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ എഴുതി നോക്കണം, കണ്ടെത്തണം. എന്നിട്ട് താളമിട്ട് പാടണം. ഒന്നാനമ്മയ്ക്കും മക്കൾക്കും കുളിക്കാൻ രണ്ടാം കുന്നിന്മേൽ പൂഞ്ചോല. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ പിച്ചിപ്പൂ.
തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല, നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. അടുത്തത് നിങ്ങളുണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കൂ. വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ. തെയ്ത്താരോ തക തെയ്ത്താരോ താത്തിനന്തക തെയ്ത്താരോ, തെയ്ത്താരോ തക തെയ്ത്താരോ തനതിനന്തക തെയ്ത്താരോ. അടുത്തത് പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട്. ഈ വിവരണം വായിക്കൂ. പഴഞ്ചൊൽ പെരുമ അവിടെ കൊടുത്തതല്ലേ, താഴെ കൊടുത്തത് പഴഞ്ചൊൽ പെരുമ. ഇവിടെ ഒരു മരം കണ്ടില്ലേ, അതിൻ്റെ ചുവട്ടിൽ കുറേ കുട്ടികളുണ്ടല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ഇവിടെ കൊടുത്തത് എന്താണ്? നാരങ്ങപ്പാല് ചൂട്ടയ്ക്കു 2, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടി ഓടി വരണ കള്ളനെ പിടിച്ചേ. ഇതൊരു കളിയാണല്ലേ. ഇവിടെ പൊടി പാറിയ കളിയാണ് മുറ്റത്ത്. ആകെ കൂക്കും വിളിയും ബഹളമയം. എന്താ മക്കളെ, കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ? അമ്മയാണ്. ഹായ്, നെയ്യപ്പത്തിൻ്റെ മണം. കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്? അതങ്ങനെയാ, അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ. അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതെ, കളിക്കാനും കൂടിയിട്ടില്ല. തലവേദനയും പനിയുമാണത്രേ അവൾക്ക്. വയറുവേദനയുണ്ട്, ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ, അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ട അമ്മ, എനിക്ക് വയ്യ, ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്ത് ഇഷ്ടമാണ് നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം. അമ്മ വിചാരിച്ചു. ബേബി കുട്ടിയെ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാട്ടോ. ബേബിയെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്തു നിന്ന് വീണ്ടും ബഹളമുയർന്നു, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. എന്താ പറഞ്ഞത്? പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട്. നല്ല കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം അല്ലേ. പാട്ടിലും കവിതയിലും എല്ലാം നല്ല താളമുണ്ട്, നല്ല കിലുക്കമുണ്ട്. കണ്ടില്ലേ നാടൻ പാട്ടുകൾ നമ്മൾ പഠിച്ചില്ലേ? കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. നല്ല താളത്തിലല്ലേ. അടുത്തതാ, ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ, രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്, രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ, മൂന്നാം കാവിലെ മുല്ലപ്പൂ. ഈ നാടൻ പാട്ട് നമ്മൾ പഠിച്ചില്ലേ. ഇനി ഒരു കവിത കേട്ടോ. മഴ 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 വന്നു, മാനത്തുന്നൊരു മഴ വന്നു. ഇങ്ങനെ പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട് എന്നാണ് പറഞ്ഞത്. വിവരണം വായിക്കൂ. താഴെ കണ്ടില്ലേ, ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിങ്ങളെപ്പോലെ കുറേ കുഞ്ഞു മക്കൾ കളിക്കുകയാണ്. അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? പഴഞ്ചൊൽ പെരുമ. ഇനി അവിടെ കൊടുത്തിരിക്കുന്ന വിവരണം നമുക്ക് വായിക്കാം. നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് 2, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടി ഓടി വരണ കള്ളനെ പിടിച്ചേ. നാരങ്ങപ്പാല് ഇതൊരു കളിയാണ്. 3ലധികം കുട്ടികൾ ഒത്തുചേർന്ന് കളിക്കുന്ന ഒരു കളിയാണിത്. അപ്പോൾ എന്താണ്? മുറ്റത്ത് പൊടി പാറിയ കളിയാണ്. കുട്ടികൾ നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് 2 അങ്ങനെ കളിക്കുകയാണല്ലേ. നാരങ്ങപ്പാല് കളിക്കുകയാണ് മുറ്റത്ത്. പൊടി പാറിയ കളി, കൂക്കും വിളിയും, ആകെ ഒരു ബഹളമയം.
എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. അമ്മ വന്ന് ചോദിക്കുകയാണല്ലേ, എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന്. പഴഞ്ചൊല്ലാണത്. പഴഞ്ചൊല്ല് പറഞ്ഞല്ലേ. ഈ ബഹളം കേട്ടിട്ട് അമ്മ വന്ന് ചോദിച്ചതാണ്. ഒരു പഴഞ്ചൊല്ല് ചോദിച്ചു അല്ലേ, എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന്. കാക്കക്കൂട്ടിൽ കല്ലിട്ടാൽ കൂട്ടിലെ കാക്കകൾ ബഹളം വെച്ച് പുറത്തോട്ട് പാറിയിട്ട് മറ്റുള്ള കാക്കകൾക്ക് സൂചന കൊടുക്കും, ഇവിടെ അപകടമുണ്ട് എന്ന സൂചന. അത് കേട്ട മറ്റുള്ള കാക്കകൾ ഇവർക്ക് കാവൽക്കാരായി പറന്നു വന്ന് ബഹളം വയ്ക്കും. വന്നവർ ബഹളം വയ്ക്കും. കാക്കകൾ അങ്ങനെ ആകെ ഒരു ബഹളമയമായിരിക്കും. അതുപോലെയാണ് ഈ കുട്ടികൾ നാരങ്ങാപ്പാൽ കളിക്കുന്നതിനിടയിലുള്ള ബഹളം. വല്ലാത്ത ബഹളമാണ്. അതിനാലാണ് അമ്മ എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന പഴഞ്ചൊല്ല് ചൊല്ലിയത്. ഹായ് നെയ്യപ്പത്തിൻ്റെ മണം! കുട്ടികൾ ആർത്തു വിളിച്ചു. കുട്ടികൾക്ക് നെയ്യപ്പത്തിൻ്റെ മണം കിട്ടിയല്ലേ. നെയ്യപ്പം, നെയ്യപ്പം, ഹായ് നെയ്യപ്പം എന്ന് ആർത്ത് വിളിച്ചു. കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത്? നെയ്യപ്പം ഉള്ളിടത്തേക്ക് അവർ ഓടി ചെന്നതാണല്ലേ. അന്നേരം അമ്മ ചോദിച്ചു, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്? അതങ്ങനെയാ, അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ. ഇവിടെയും അമ്മ ഒരു പഴഞ്ചൊല്ലാണ് ചൊല്ലിയതല്ലേ. അതങ്ങനെയാ, അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു പിടി അരി അങ്ങോട്ട് എറിയുന്നത് ഒരു കാക്ക കണ്ടാൽ മതി. അത് ശബ്ദമുണ്ടാക്കി മറ്റുള്ള കാക്കകളെ കാ വിളിച്ച് വരുത്തും. നിമിഷം കൊണ്ട് എവിടെ നിന്നെന്നറിയാതെ 1000 കാക്കകൾ പറന്നെത്തും. ഇതുപോലെ അപ്പം മണത്തപ്പോഴേക്കും എല്ലാ കുഞ്ഞുമക്കളും ബഹളം വെച്ച് അമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി. ഇതാണ് അരി എറിഞ്ഞാൽ 1000 കാക്ക എന്ന് പറഞ്ഞത്. അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. ബേബി ഒതുങ്ങിയിരിക്കുകയാണ്, ഒരു ബഹളത്തിലേക്കുമില്ല. അമ്മ ചോദിച്ചു, അല്ല നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടാവും അല്ലേ. അതെ, കളിക്കാനും കൂടിയിട്ടില്ല. തലവേദനയും പനിയുമാണത്രേ. അവൾക്ക് വയറുവേദനയുമുണ്ട്. ആരാ പറഞ്ഞു? കൂട്ടുകാരി പറഞ്ഞു. ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞില്ല അമ്മ ബേബിയോട്, നീ എന്താ ബേബി ഒതുങ്ങിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞത്, അതേ കളിക്കാനും കൂടിയിട്ടില്ല, അവൾക്ക് തലവേദനയും വയറുവേദനയുമാണത്രേ. വയറുവേദനയുമുണ്ട്. അമ്മയ്ക്ക് സങ്കടം അല്ലേ. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ? അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. ബേബിയുടെ അമ്മ സ്നേഹത്തോടെ പറഞ്ഞു, എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ? ബേബി, വേണ്ട അമ്മേ എനിക്ക് വയ്യ. ബേബി ചിണുങ്ങിയല്ലേ. വേണ്ട അമ്മേ എനിക്ക് വയ്യ എന്ന് ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം. അവിടെയും അവളുടെ അമ്മ, ബേബിയുടെ അമ്മ ഒരു പഴഞ്ചൊല്ലാണ് ചൊല്ലിയതല്ലേ. ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം എന്ന് പറഞ്ഞാൽ, കാക്ക ആലിൻകായ പഴുത്തോ എന്ന് ആലിൻകായ ഉണ്ടായത് മുതൽ കുറേ ആയിട്ട് ചെക്ക് ചെയ്യും. ആലിൻകായ പഴുത്ത് ചുവന്ന് നിൽക്കുന്ന സമയത്ത് കാക്കയ്ക്ക് അത് തിന്നാൻ സാധിക്കില്ല. വായിൽ നിറയെ വായ്പുണ്ണുണ്ടായ വായിൽ എരിയും. ഒരു ഭക്ഷണവും നമുക്ക് കഴിക്കാനൊന്നും കഴിയില്ലല്ലേ. അതായത് സൗഭാഗ്യങ്ങൾ വരുമ്പോൾ അത് അനുഭവിക്കാൻ യോഗം ലഭിക്കാറില്ല. അവസ്ഥയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ലാണ് ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന ചൊല്ല്. നിലയിലായി ഇപ്പോൾ ബേബിയുടെ കാര്യം. ബേബിക്ക് അപ്പം വലിയ ഇഷ്ടമാണ്. പക്ഷെ ഉണ്ടാക്കിയ സമയത്ത് ബേബിക്ക് വയറുവേദനയും തലവേദനയും ഒക്കെ ആയിട്ട് അത് തിന്നാൻ കഴിയുന്നില്ല.